ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു മീൻകറി ആയിട്ടാണ്. ഒരു മീൻകറി വെച്ചാലോ? വായും ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അത്ര വലിയ കുക്കൊന്നുമില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്നു. അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വലിയ മീനൊക്കെ ആണെങ്കിൽ ഞാൻ കടുക് ഇടുള്ളൂ. ചെറിയ മീനുകൾക്കൊന്നും ഞാൻ കടുക് മുഴുവനും പൊട്ടിക്കില്ല. എന്താ പൊട്ടാതെ? അവിടെ വൈരാഗ്യണോ? അത് പൊട്ടുകടേ അല്ലേ? വീഡിയോ എടുക്കാമെന്ന് കറക്റ്റൊക്കെ എടുക്കുന്ന അറിയാം കേട്ടോ. പൊട്ടിത്തെറി. കുറച്ച് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുകല്ലാട്ട് ഉലുവ ഒരു ഇച്ചിരി മതി ഇട്ടാൽ. ഉലുവയും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂക്കട്ടെ. എനിക്ക് വീഡിയോ എടുക്കുന്നത് എൻ്റെ ചക്കരമോളാണ് കേട്ടോ. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് പൊടിയിലിടാം. ഈ വീഡിയോയുടെ സമയത്ത് ഇടയ്ക്കൊക്കെ ബാക്കിൽ നിന്ന് സൗണ്ട് കേൾക്കാട്ടോ. അത് വേറെ നല്ല ടി വിയുടെ സൗണ്ടാണ്. ടി വിയിൽ രാവിലെ തന്നെ കുർബാന അമ്മ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൗണ്ടായിരിക്കും കേട്ടോ. ക്ഷമിക്കണേ. ഒരുപാട് മൂത്തങ്ങോട്ട് പോകണ്ട, മീൻ ഒരു കരിച്ചാവ് ചോദിക്കും. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ മതി. പൊടി ഇത്രയും മതി.
മല്ലിപ്പൊടി ഒന്ന് മൂത്തു. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചായിട്ട് ഇടാറുള്ളൂ. മുളക് പൊടി, മീൻകറിക്കൊക്കെ എരിവ് വേണമല്ലോ, അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലിടും. ഇതൊക്കെ നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് മീൻകറി വെക്കണമെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ വെക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല, എനിക്കറിയാവുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഇടാം. കുടംപുളി, നിങ്ങളുടെ സ്ഥലങ്ങളിൽ കുടംപുളിയാണോ വാളംപുളിയാണോ എന്ന് പറയണം കേട്ടോ. ഇവിടെ കുടംപുളിയാണ് പറഞ്ഞാൽ. ഇപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ, കാരണം പുളി അധികമുള്ളൊരു പുളി അധികമാണല്ലോ. ചൂരമീനാണ് കേട്ടോ കറി വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിയും കടുകും പൊട്ടിച്ചത്. ചാളയും നോക്കിയാണെങ്കിൽ ഞാൻ പൊട്ടിക്കൂല, കടുകും ഉള്ളിയും പൊട്ടിക്കൂല കേട്ടോ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചില്ല, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പില, എല്ലാവരും വിചാരിക്കണ്ടാവും വേപ്പില ഇടാത്തതെന്ന്. വേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഉണ്ടെങ്കിൽ ഞാൻ വാരി തൂവി കുറേ ഇടും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേപ്പില. അപ്പം ഇങ്ങനെ കടക്കിടന്ന് വേറട്ടെ. മീനിട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ട് അടക്കരുത്, ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനേ പാടും, അല്ലെങ്കിൽ മീനൊക്കെ ഒന്ന് ഉടഞ്ഞിരിക്കും. വേഗത്തേട്ടാ ഇരിക്കുന്ന ആളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ മീൻ തിളച്ചോണ്ടിരിക്കുന്നു. ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം എൻ്റെ ടെസ്റ്റർ അഹാനയാണ് കേട്ടോ, ചക്കര. അപ്പം അവൾക്ക് തന്നെ കൊടുക്കാം. അഭിപ്രായം പറയണം കേട്ടോ ഹാനോ. അത് അവൾക്ക് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഓടി വന്നു വെച്ചാൽ മമ്മി ഞാൻ ടേസ്റ്റ് വെക്കാം, അതുകൊണ്ടാണ് അവൾക്ക് തന്നെ കൊടുത്തത്. സൂപ്പറാന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻകറി റെഡി. ഓക്കെ, ബൈ.